വിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി. കൂടാതെ ഐ എം ഗോയിങ് ടു, ഷീ ഈസ് ഗോയിങ് ടു, ദേ ആർ ഗോയിങ് ടു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി പറയാമെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഭാവിയെ പറ്റി പറയുന്നതിനുള്ള മൂന്നാമത്തെ മാർഗ്ഗമാണ്. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം. നമ്മൾ ഇന്ന് ദുബായിക്ക് പോവുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എയർപോർട്ടിൽ ചെന്നു, ചെക്ക് ഇൻ ഡെസ്കിലാണ്. അവിടെ ചെക്ക് ഇൻ കൗണ്ടറിലുള്ള ഒരു സ്റ്റാഫ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ ദുബായിലേക്കാണ് പോകുന്നത്, അല്ലേ? ദുബായിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോവുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞെങ്കിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കവിടെ ഫ്ലൈ എന്നൊരു വേർബ് ഉപയോഗിക്കാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? ഐ എം ഫ്ലൈയിങ് ടു ദുബായ്. ഐ എം ഫ്ലൈയിങ് ടു ദുബായ് എന്ന് വെച്ചാൽ ഇപ്പോൾ ദുബായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണോ അർത്ഥം? അല്ലല്ലോ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ദുബായിലേക്കാണ് പോകുന്നതെന്നാണ്, അല്ലേ? ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ശരിക്കും ഫ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിലും പറഞ്ഞത് ഐ എം ഫ്ലൈയിങ് ടു ദുബായ് എന്നാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ നമ്മളോട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഐ വിൽ ഫ്ലൈ ടു ദുബായ് എന്ന് പറയുന്നത് അത്ര നാച്ചുറലായിട്ട് തോന്നുന്നില്ല, അല്ലേ? അതുപോലെ തന്നെ ഐ എം ഗോയിങ് ടു ഫ്ലൈ ടു ദുബായ് എന്നല്ല പറയാം, ഐ എം ഫ്ലൈയിങ് ടു ദുബായ്, ഞാൻ ദുബായിലേക്കാണ് പോകുന്നത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരുമ്പോൾ കാണുന്നത് വീട്ടിൽ കുറച്ച് സൂട്ട് കേസസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് ചോദിക്കും ഇതെവിടെയാണ് പോകുന്നത് എന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക? നാളെ ഞാൻ യാത്ര പോവുകയാണ്. യാത്ര പോവുകയാണ്. എപ്പോൾ? ഇപ്പോഴല്ല, നാളെ. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം ട്രാവലിംഗ് ടുമോറോ. കേട്ടോ, ഐ ആം ട്രാവലിംഗ് ടുമോറോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ഐ ആം ഈറ്റിംഗ്, ഐ ആം സ്ലീപ്പിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ്, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ എന്താണ് അതിനർത്ഥം? നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെപ്പറ്റി പറയാൻ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും പറയാമെന്നാണ്. ഇനി വേറൊരു ഉദാഹരണം. ഈ വീക്കെൻഡിൽ, അതായത് ശനിയോ ഞായറോ ഉള്ള ഏതെങ്കിലും ഒരു പരിപാടിക്ക് നമ്മളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ വീക്കെൻഡിൽ, ഈ ആഴ്ച അവസാനം ഞാൻ ജോലി ചെയ്യുകയാണ്, അതായത് ഞാൻ ഫ്രീ ആയിരിക്കില്ല എന്ന്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ എം വർക്കിംഗ് ദിസ് വീക്കെൻഡ്. ഐ എം വർക്കിംഗ് ദിസ് വീക്കെൻഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സെൻറ്റൻസസ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ? ഐ എം ട്രാവലിംഗ്, ഐ എം വർക്കിംഗ് എന്ന് മാത്രമായിരുന്നെങ്കിൽ അതിനർത്ഥം എന്താകുമായിരുന്നു? ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുകയാണെന്നാണ് അർത്ഥം, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല, ഇത് ഭാവിയിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ അവിടെ നമ്മൾ ടുമോറോ എന്നോ അല്ലെങ്കിൽ ദിസ് വീക്കെൻഡ് എന്നോ അല്ലെങ്കിൽ ദിസ് ഈവനിങ് എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉപയോഗിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലും അതവിടെ നമ്മൾ ഉപയോഗിച്ചത് ഭാവിയെ പറ്റി പറയാനാണെന്ന്. ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസസ് ആണ് ഞാൻ എഴുതി കാണിച്ചിരിക്കുന്നത്. ഐ എം ട്രാവലിംഗ് ടുമോറോ, ഐ എം വർക്കിംഗ് ദിസ് വീക്കെൻഡ്. ഇവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എപ്പോഴാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നതെന്നുള്ളത് നമ്മളവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം, അല്ലേ? വെറുതെ പ്ലാൻ ചെയ്താൽ മാത്രം പോരല്ലോ. ട്രാവൽ ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവണം, സൂട്ട് കേസസ് വരെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭാവിയെ പറ്റി പറയാൻ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം.